ഫോർ യുവർ സെഞ്ചുറി, സൂപ്പർ സെഞ്ചുറി ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? ഡെഡിക്കേറ്റ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എനിക്ക് ഡെഡിക്കേറ്റ് ആണെങ്കിൽ ഞാൻ എന്റെ ഫാമിലിക്ക് ഡെഡിക്കേറ്റ് ചെയ്യും, എന്റെ കൊച്ചുങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യും. പക്ഷെ ഫസ്റ്റ് ഓഫ് ഓൾ ഇനി ഒരു ദിവസം കൂടെ കളിക്കാനുണ്ട്. അത് തന്നെയാ ഇപ്പൊ ഫോക്കസ് ആൻഡ് ഡിറ്റർമിനേഷൻ വെച്ച് നാളെ വന്ന് നല്ലതായിട്ട് കളിക്കണമെന്ന് വിചാരമുണ്ട്. ഈ സീസണിൽ 9ാമത്തെ സെഞ്ചുറിയാണ്. അത് തന്നെയായിരുന്നില്ല ഇൻഡിക്കേഷൻ 9? വേറെന്താ അത്? ഓക്കെ, അത് ആരോടായിരുന്നു എന്നുള്ളത് ഞങ്ങൾ എല്ലാവരുടെയും ചോദ്യം. ആരോടും അങ്ങനെ പ്രത്യേകിച്ച് ആരോടും അല്ലായിരുന്നു. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ ടീംമേറ്റ്സിനോട് ഞാൻ സംസാരിച്ചോണ്ടിരുന്നത് എനിക്കിങ്ങനെ ചാൻസ് കിട്ടിയ 8 9 കാണിക്കണമെന്ന് വിചാരം, അങ്ങനെ ഓരോരോ വേറെ വേറെ സെലിബ്രേഷൻ ചെയ്യണമെന്നൊരു ഇതുണ്ടായിരുന്നു. സോ അങ്ങനെ കാണിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ചാൻസ് വന്നപ്പോൾ ഞാൻ കാണിച്ചു, അത്രേ ഉള്ളൂ. ആർക്കും കാണിക്കാൻ വേണ്ടിയല്ലേ പറഞ്ഞത്. ഒരു ടഫ് സീസൺ ആയിരുന്നു മുൻപേ. ഈ തവണ പക്ഷേ നേരെ ഗംഭീരമായി ഒരു വലിയ കംബാക്ക് ആണ്. എന്തായിരുന്നു അതിന്റെ പ്രിപ്പറേഷൻ? ലാസ്റ്റ് 16-17 months ആയിട്ട് നല്ലതായിട്ട് തന്നെ കളിച്ചോണ്ടിരിക്കുന്നത്. റൺസ് അടിച്ചോണ്ടിരിക്കുന്നുണ്ട്, എല്ലാ ഫോമാറ്റിലും റൺ അടിച്ചോണ്ടിരിക്കുന്നു. സോ മനസ്സിൽ അതന്നെ ഉണ്ടായിരുന്നു ദാറ്റ് നല്ലതായിട്ട് കളിക്കുമ്പം 50s പോരാ, ആരെങ്കിലും കാണണമെങ്കിൽ 100 അടിച്ചോണ്ടിരിക്കണം. 50 വെച്ച് ഔട്ടായ ഒരു കാര്യമില്ല. സോ എപ്പോൾ 50 ചെന്നാലും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ദാറ്റ് ഇത് കൺവേർട്ട് ചെയ്ത് 100 ആക്കണം. സോ അങ്ങനെ തന്നെ ആലോചിച്ച് എല്ലാം ഒരു ചാൻസ് വരുമ്പോൾ 50 വരുമ്പോൾ പിന്നെ ഞാൻ ആലോചിക്കും ദാറ്റ് 100 അടിക്കും. സോ റിയലി ഹാപ്പി ദാറ്റ് അത്രയും 9 പ്രാവശ്യം കൺവേർട്ട് ചെയ്യാൻ സാധിച്ചു. ആൻഡ് അങ്ങനെ തന്നെ വിചാരിച്ച് ഇനി ഓപ്പർച്യൂണിറ്റീസ് വരുമ്പം ചെയ്യാൻ നോക്കും. ഓക്കെ, മൈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മലയാളികളെ സംബന്ധിച്ച് 2 മൊമെന്റ് ഉണ്ട്. ഒന്ന് സച്ചിൻ ബേബിയുടെ ക്യാച്ച് കരുൺ എടുക്കുന്നത്, 2 കരുൺ 100 സ്കോർ ചെയ്യുന്നത് ഈ ഫൈനൽ മാച്ചിനെ സംബന്ധിച്ച്. ആ സച്ചിന്റെ ഷോട്ട് സെലക്ഷൻ ഒരുപാട് ഡിസ്കസ് ചെയ്യപ്പെട്ടു കേരളത്തിൽ. എന്ത് തോന്നി കരുണിന്? അങ്ങനെ സച്ചിൻ ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര നല്ല ഇന്നിങ്സ് കളിച്ചു, 98 runs അടിച്ചു. അവൻ അങ്ങനെ കളിച്ചോണ്ട് ഇത്രയും ക്ലോസ് വന്നത്. അവൻ മുമ്പേ ഔട്ടായിരുന്നെങ്കിൽ അത്രയും അടുത്ത് വരത്ത് പോലും ഇല്ലായിരുന്നു. സോ യു നീഡ് ടു അപ്രീഷിയേറ്റ് ഹിസ് ഇന്നിങ്സ്. ആൻഡ് സംടൈംസ് അങ്ങനെ ആവും, ഒരു ബാറ്റ്സ്മാന്റെ ഒരു മിസ്റ്റേക്ക് മതി ബാറ്റ്സ്മാൻ ഔട്ടാവാൻ. ബോളറിന് 6 ബോളുണ്ട് ഔട്ടാക്കാൻ. സോ റിയലി യുനോ നമ്മൾ അവന്റെ ഇന്നിങ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. ആൻഡ് അങ്ങനത്തെ മിസ്റ്റേക്സ് എല്ലാവരും ചെയ്യും, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല മിസ്റ്റേക്സ്. ആൻഡ് അങ്ങനത്തെ ഡിസിഷൻ മേക്കിംഗ് തെറ്റിപ്പോയി, അത് അവനും അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അങ്ങനെ കൂടുതലായിട്ട് അത് ഇത് ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് 98 runs അടിച്ചത് തന്നെ വലിയ കാര്യമാണ് ഈ ഡിഫിക്കൾട്ട് പിച്ചിൽ, 3rd day വിക്കറ്റിൽ. സോ നമ്മുടെ ഫേവറി അത് വന്നു. ആൻഡ് ചിലപ്പം അത് 4ഉം 6ഉം പോകാൻ പറ്റും ആ ഷോട്ടിൽ. സോ റിയലി കൺഗ്രാജുലേറ്റ് ഹിം ഓൺ ദാറ്റ് ഇന്നിങ്സ്. അടുത്ത വർഷം കേരളത്തിലുണ്ടാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആത്മാർത്ഥമായിട്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സോ കരുൺ നായരാണ് നമ്മോടൊപ്പം ചേർത്ത്. കരുൺ സൂചിപ്പിച്ചതുപോലെ ഈ മാച്ചിലെ ഫൈനൽ മാച്ചിലെ നിർണായക മൊമെന്റായി മാറും കരുണിന്റെ ഈ സെഞ്ചുറി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.